പ്രതിസന്ധികളെയും പരാധീനതകളെയും അതിജീവിച്ച് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇടുക്കിയുടെ പെരുമ വിളിച്ചോതിയ 2 പെൺകുട്ടികൾ. കാൽവരി മൗണ്ട് സ്വദേശിനികളായ ദേവപ്രിയയും ദേവനന്ദയും. കായികരംഗത്ത് വിജയത്തിന്റെ പടികൾ ചവിട്ടിക്കയറുന്ന ഇരുവരുടെയും സ്വപ്നം മെഡലുകൾ സൂക്ഷിക്കാൻ സുരക്ഷിതമായ ഒരു വീട് എന്നതാണ്. എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിലെ വേഗറാണിയാണ് കാൽവരി ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സുകാരിയായ ദേവപ്രിയ. ഈ നേട്ടം തന്റെ ആദ്യ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ നിന്നും തന്നെ. 200 മീറ്ററിൽ വെള്ളി കൂടി നേടിയതോടെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടി ദേവപ്രിയ. സംസ്ഥാന കായികമേളയിൽ ഹൈജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സഹോദരി ദേവനന്ദ മടങ്ങിയെത്തിയത്. കായിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ആ നേട്ടങ്ങളിലേക്കുള്ള അവരുടെ യാത്ര ആരംഭിച്ചത് ഇടിഞ്ഞു വീഴാറായ ഈ കൊച്ചു വീട്ടിൽ നിന്നാണ്. വാരിക്കൂട്ടിയ ഈ മെഡലുകളും മെമന്റോകൾക്കുമപ്പുറം പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കാൻ പോലുമുള്ള സൗകര്യം ഈ വീടിനില്ല. പ്ലാസ്റ്റിക് കവറിൽ കെട്ടി നേട്ടങ്ങൾ അത്രയും തട്ടിൻമുകളിൽ സൂക്ഷിക്കേണ്ട ഗതികേട്. മഴക്കാലമായാൽ വീടാകെ ചോർന്നൊലിക്കും. കലാവുമ്പം പ്ലാസ്റ്റിക് ഇട്ടാൽ പോലും വെള്ളം വീട്ടിലേക്ക് ഇറങ്ങി ചോരും. അങ്ങനെ പുസ്തകമൊന്നും വെക്കാനായിട്ട് ഇടയില്ല. പുസ്തകമൊക്കെ നനയും, റൂമൊക്കെ നനഞ്ഞു, പുസ്തകങ്ങളൊക്കെ നനഞ്ഞു പോകാറുണ്ട്. നിലവിൽ ഒത്തിരിയേറെ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്? അത് കൂടിനകത്തൊക്കെ കെട്ടി അലമാരിക്കകത്ത് പൂട്ടി വെക്കും. ഒരു നല്ല വീട് വേണമെന്നൊരാഗ്രഹമുണ്ട്. മരംവെട്ട് തൊഴിലാളിയായിരുന്ന പിതാവ് ഷൈബുവിന് ജോലിക്കിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അമ്മ ബിസ്മിയുടെ കേരള ബാങ്കിലെ താൽക്കാലിക ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിലാണ് 7 അംഗ കുടുംബം പുലരുന്നത്. ഇതിൽ നിന്നും മിച്ചം പിടിച്ചാണ് മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമുള്ള തുക ഇവർ കണ്ടെത്തുന്നതും. കുടുംബവിഹിതമായി ലഭിച്ച 10 സെന്റ് സ്ഥലത്ത് ഒരു വീടിനായി ലൈഫ് മിഷനിൽ അപേക്ഷ വെച്ചെങ്കിലും നടപടി ഒന്നുമായിട്ടില്ല. പുതിയ വിജയങ്ങളിലേക്ക് ഓടിക്കയറുമ്പോൾ ദേവപ്രിയയ്ക്കും ദേവനന്ദയ്ക്കും ഒരേ സ്വപ്നം: അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു വീട്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.